ഒന്ന് വെറുതെ വരണം തോന്നി. ജോലി കഴിഞ്ഞ് വന്നു. മോനുണ്ടായിരുന്നു ഇത്ര നേരം എൻ്റെ കൂടെ. അവൻ്റെ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് അവൻ ഓടിപ്പോയി. അന്നേരം എനിക്ക് തോന്നി ഇന്ന് ഞാൻ നേരത്തെ ഫ്രീ ആയി, എനിക്കൊരു വീഡിയോ എടുത്ത് തോന്നി. അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നതാണ്. ഇന്നലെ അച്ഛൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കൂടിയിട്ടാണ് പോണേ. നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും ബസ്സുള്ള വഴിയല്ല. ഓട്ടോറിക്ഷ 70, 75, 80 രൂപയൊക്കെ വരും. ഇന്നലെ പിന്നെ അങ്ങനെ പോയി. നമ്മളാകെ നമുക്കങ്ങനെ ഓടി ഓടി പോകാൻ പറ്റാവുന്നൊരു സ്വന്തമായിട്ട് വണ്ടിയില്ലല്ലോ. അപ്പോൾ അത് കാരണം പോക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കുറേ വഴി നടക്കാറുണ്ട്. ഈ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആളായത് കാരണം അത്ര ദൂരം അങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ വഴി ഇങ്ങോട്ടും ഉണ്ടല്ലോ. ഇവിടുന്ന് ഒരു ഇറങ്ങി ഒരു 1/4 കിലോമീറ്റർ ഇറങ്ങി നമ്മുടെ കവലയിലെത്തും. അവിടുന്ന് പിന്നെ അത്ര ദൂരം തന്നെയൊക്കെ നടക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ വീണ്ടും കുന്നു കയറണം. അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെയാകുമ്പോൾ ആരോഗ്യസ്ഥിതി മോശമായത് കാരണം യാത്രകളൊക്കെ കുറവാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ അടുത്ത് പോകണമെന്ന് ഇങ്ങനെ മനസ്സ് പറയും. മക്കളെയൊക്കെ കാണുന്ന ഒരു സന്തോഷമല്ലേ. ഈ പറഞ്ഞ മാതിരി തന്നെ വള്ളിയില്ലാതെ കിട്ടിയിട്ട പോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലതവണ വിചാരിക്കും ഒരു മൈക്ക് വാങ്ങണം. അത് നടക്കണില്ല കേട്ടോ. ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. ഞാൻ ഇപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ്. സബ്സ്ക്രൈബേഴ്സ് ആകുന്നത് കുറവാണ്. നല്ല കണ്ടൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷേ പല സമയത്ത് നമ്മുടെ മൈൻഡ് വളരെ ഡൗൺ ആണ്. ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ജീവിതത്തിൽ നടക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നെ നമ്മളെല്ലാം എന്തൊക്കെയോ പോസിറ്റീവൊക്കെ ആക്കി മാറ്റി കൂട്ടിക്കൊണ്ടുവരിക. പ്രശ്നങ്ങൾ തന്നെ ഒന്ന് തീരുമ്പോൾ മറ്റൊന്നുള്ള രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുക. അപ്പം അത് കുഴപ്പമില്ല. നമുക്കത് പ്രശ്നമുള്ള കാര്യം അല്ല എങ്കിൽ പോലും ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം നമുക്ക് വേണ്ടത് മണി പവറാണ്. ആ സംഭവം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്കറിയില്ല പറയാനായിട്ട്. അയ്യോ അങ്ങനെയൊക്കെയാണെന്ന് പറയുക. ഇതൊക്കെ കുറച്ച് കാലങ്ങളൊക്കെ ആയിട്ടേ, അതായത് ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് എൻ്റെ 2 മക്കളും ആകെ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് 5600 രൂപയാണ്. അതിലാണ് 2 പെൺകുട്ടികളെ പഠിപ്പിക്കുക, അവർക്ക് രോഗം വന്ന് ചികിത്സിക്കുക, എനിക്കും. പിന്നെ അവരുടെ വിദ്യാഭ്യാസം, ഡ്രസ്സ്, കാര്യങ്ങളെല്ലാം വീട്ടുകാര്യങ്ങൾ. അറിയാലോ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ വെള്ളം വരെ, എൻ്റെ ചെറുപ്പത്തിലൊന്നും വെള്ളത്തിന് പൈസ കൊടുക്കണ്ട, കുറച്ച് ദൂരം പോയി ചുമന്ന് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് വെള്ളം കിട്ടും, നമ്മൾ പൈസ കൊടുക്കണം. വെള്ളം, കറണ്ട്, TV ഇല്ല കേട്ടോ എനിക്ക്, അത് കാരണം കേബിളിന് കാശ് കൊടുക്കണ്ട. അങ്ങനെ ഒരു TV കാണുമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കണില്ല. അയ്യോ, TV കാണണം ഭയങ്കര ആഗ്രഹം. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നെ അറിയുന്ന അങ്ങനെ പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്കും എൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവില്ല. ജോലിയുണ്ടല്ലോ, പക്ഷേ ഒരു ഒരു കൈത്താങ്ങ് നമുക്കൊരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആകെയുള്ളത് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അവസ്ഥ, അത് വരുമ്പോൾ നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നത് ഈ മൈക്രോ ഫിനാൻസുകളാണ്. പക്ഷേ സഹായിച്ച് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് സഹായം വാങ്ങി ഇപ്പോൾ നമ്മൾ കയറേണ്ട അവസ്ഥയാണ്. ഒക്കെ ശരിയാവും. അപ്പോൾ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ വീഡിയോസിൽ വ്യൂസും അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കുറവാണ്. എന്താണാവോ കാരണം? കണ്ടൻറ്റ് ഉള്ളതൊന്നും ഇല്ലാത്തതാവാം. ഞാനങ്ങനെ വിശ്വസിക്കുന്നു. അത് തന്നെ ആവാൻ കാരണം തോന്നുന്നു. ഓരോ വീഡിയോസും ഇടുന്ന സമയത്തേ നമ്മുടെ മൈൻഡ് ഇടണം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ നമ്മുടെ മൈൻഡ് വളരെ, പിന്നെ പെട്ടെന്ന് എവിടെയെങ്കിലും തപ്പിപ്പറക്കി ഒരെണ്ണം അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഷോർട്സൊക്കെ അല്ലാതെ നമുക്കൊരു ലോങ് വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് നമ്മൾ വീട് വിട്ട അംഗൻവാടി, അംഗൻവാടി വിട്ട വീട്, ആ ഒരു അവസ്ഥയിലാണ്. പുറത്തേക്കുള്ള യാത്ര അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഒരു ഷോപ്പിങ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. എന്തെങ്കിലും ഉണ്ടാവും, അതോർത്തിരിക്കണമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ എന്താ വിശേഷം? ഒന്നുമില്ല. കുറേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. വലിയ വലിയ
ആ, ആനമുട്ട ആഗ്രഹങ്ങളൊന്നുമല്ല. എനിക്കൊരു ടി വി വേണമെന്ന് ആഗ്രഹമുണ്ട്. അതെങ്ങനെ നടക്കുമെന്ന് അറിയില്ല. കാരണം ഈ മാസത്തിൽ കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നതേ അതിങ്ങനെ അവിടെ വെച്ച് ഇവിടെ വെച്ച് അധികമൊന്നും ഇല്ലല്ലോ. 12,500 കിട്ടണം. അത് കഴിഞ്ഞ മാസം ഞാൻ 2 ലീവ് എടുത്തു. അപ്പോൾ 20 ലീവ് ഉണ്ടായിരുന്ന വർഷത്തിലെ കഴിഞ്ഞു. എക്സ്ട്രാ 2 ലീവ് കൊണ്ട് എടുത്തു. അപ്പോൾ ശമ്പളം 1000 രൂപ പോയി. പിന്നെ ഇനി അങ്ങോട്ട് എടുക്കുന്ന ലീവുകൾക്കൊക്കെ പൈസ പോകും. ഒരു വയ്യാണ്ട് വന്നപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തളർച്ച വരുന്ന ഒരാളാണ്. എന്താ കാരണം എന്നറിയില്ലാണ്ട് ഞാൻ തളർന്ന് കിടക്കും. അവിടെ കിടക്കും. ഒരു 2, 3, 4 ദിവസമൊക്കെ കിടന്ന കിടപ്പ് കിടക്കും. അത് ചിലപ്പോൾ എൻ്റെ മനസ്സായിരിക്കാം എന്നെ കിടത്തണമെന്ന് തോന്നണം. അപ്പം അങ്ങനെയൊക്കെ കിടക്കണം. ഞാൻ ഈ ലീവ് കഴിഞ്ഞു. ഇനി അങ്ങനെ കിടന്ന ശമ്പളം പോകും. എഴുന്നേറ്റ് ഓടാന്ന് വിചാരിച്ചാൽ അതിന് കിടക്കാതിരുത്തിട്ട് ദൈവം. അങ്ങനെ പിന്നെ എന്താ, ഇന്നലെ ശാലു 2 മീൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തല 2 വറുത്ത് വെച്ചിട്ടുണ്ട് പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ മീനില്ലാണ്ട് ചോറുണ്ടില്ല. ഇറച്ചിയോ മീൻ എന്തെങ്കിലും വേണം. അപ്പോൾ മുട്ടയൊന്നും അവന് വലിയ പിടുത്തമല്ല, എന്നാലും ഞാൻ കൊടുക്കും. പിന്നെ അതൊരു മുട്ടയുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞല്ലോ. വറുത്ത് വെച്ചാൽ 2 നേരമായിട്ട് കൊടുക്കും. പിന്നെ ഞാനിന്ന് ഇത്തിരി ഇലത്തോരൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ മുറ്റത്തു നിന്ന് കിട്ടുന്നത്. രാവിലെ ചോറ് വെച്ചിട്ട് അതിൻ്റെ ലേശം എനിക്ക് കഴിക്കാനുള്ളതുണ്ട്. ഇനി അവനൊരു 4 അരി വെക്കണം. അപ്പോൾ ഈ തണുത്ത ചോറും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ ആള് ബഹളം വെക്കണ്ടല്ലോ, എന്താണോ. അപ്പോൾ അവനുള്ളതായി. പിന്നെ ഇവിടെ മറുപടിച്ചാൽ പുലി ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ, ഒന്ന് നേരത്തെ അവന് ചോറ് കൊടുക്കണം. കൂടി ഇത്തിരി അങ്ങോട്ട് നീക്കി വെച്ചു ഞാൻ. അത് കാരണം എപ്പോഴാണ് പുലി നമ്മുടെ മേത്തേക്ക് ചാടി വീഴുമെന്ന് പറയാൻ പറ്റില്ല. അത് കാരണം നേരത്തെ ചോറ് കൊടുക്കണം. റേഷൻ അരിയ പെട്ടെന്ന് വേകും. അത് കഴിഞ്ഞിട്ട് മാത്രം അടച്ചു കഴിഞ്ഞാൽ വരെ പുറത്തിറങ്ങണ്ടല്ലോ. രാത്രി 12-12:30 എൻ്റെ ഉറക്കത്തിൻ്റെ സമയം. ഒറ്റയ്ക്കായത് കാരണേ തീരെ ഉറക്കമില്ല. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഒരു വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത്. ലൈറ്റൊക്കെ ഇട്ടിട്ട് കിടക്കണം. എനിക്ക് ഇരുട്ടിന് പേടിയാണ്. ഇപ്പോൾ ഒരു എമർജൻസി ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കറണ്ട് പോയാൽ അന്നേരം. പിന്നെ ഒരു ടോർച്ച്, നടക്കുന്ന സമയത്തൊക്കെ എൻ്റെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടാവും. ആ ടോർച്ചും പിടിച്ചിട്ടാണ് ഞാൻ പരിക്കാത്ത നടക്കണം. ടോർച്ചും വേണം പട്ടിക്ക് കയറി കൊടുക്കാൻ. നമ്മൾ ലൈറ്റൊക്കെ പരിക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ടോർച്ച് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ കറണ്ട് പോയാൽ പെട്ടെന്ന് ടോർച്ച് തെളിച്ചിട്ട് വന്ന് എമർജൻസി ലാമ്പ് കണ്ടെത്തിയിട്ട് അത് തെളിച്ച് വയ്ക്കും. അങ്ങനെയൊക്കെ ഒരു ജീവിതം. ഒന്ന് ഫ്രീ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ഒരല്പം, വലിയ ലക്ഷങ്ങളൊന്നുമല്ല, ഒരു ചെറിയ ചെറിയ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നെ വല്ലാതെ ഞെരിക്കുന്നു. ഒരു 2000, ഒരു 1500, ഒരു 3000, ഒരു 4000, ഒരു 10000 അങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. ഈ ആവശ്യങ്ങൾ വന്നപ്പോഴേ നമുക്ക് പിടിപിടുന്ന തന്നെ ആവശ്യങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ നമുക്കാരാ സഹായിക്കാനുള്ളത്? ഈ മൈക്രോ ഫിനാൻസുകളും ഈ അയൽവക്കത്തുള്ള കൂട്ടുകാരും ആൾക്കാരും ഒക്കെ. അപ്പോൾ അങ്ങനെ ആ വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ആ ചില്ലറ പ്രശ്നങ്ങളും ഈ ആഴ്ചയിലും മൈക്രോ ഫിനാൻസിനും എല്ലാം കൂടി ഈ ഒരു മാസം കിട്ടുന്ന പൈസ എനിക്ക് തികയാതെ വരികയാണ്. അപ്പം ഞാൻ ഇപ്പോൾ അതോർത്തിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ. എങ്ങനെ അങ്ങോട്ട് ജീവിതം മുന്നോട്ട് നീക്കുമെന്നുള്ളത്. അതിനൊക്കെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അല്ലാണ്ട് ഈ 19 വയസ്സായപ്പോൾ തുള്ളാനും ചാടാനൊന്നും ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല. നല്ല റെസ്റ്റ് ആഗ്രഹമുള്ള, ആവശ്യമുള്ള സമയവും കാലവും പ്രായമൊക്കെയാണ്. പക്ഷെ അറിയാതെ ചാടിപ്പോവുക, അറിയാതെ തുള്ളിപ്പോവുക. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ അങ്ങനെയാണ്. എല്ലാം ശരിയാവുമായിരിക്കാം. ശരി കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി തുടച്ച് വിളക്ക് വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. പിന്നെ വരാം. ഷോർട്ട് വീഡിയോ ആയിട്ടോ തോന്നിയ ലോങ് വീഡിയോ ആയിട്ടോ ഒക്കെ നിങ്ങളുടെ മുന്നിൽ വരാം. ശരി കേട്ടോ.